പെറ്റിപ്പെരുകി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും കൊതുകുകളെയും എല്ലാം തുരത്താൻ നമുക്ക് ഒരൊറ്റ സാധനം മതി. ഒരു ബാറ്ററി കൊണ്ട് എങ്ങനെ നമുക്ക് ഈ എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ നമുക്ക് തുരത്താൻ പറ്റും എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ ശല്യക്കാരായ എലികൾ അതുപോലെ കൃഷി സ്ഥലങ്ങളിൽ ശല്യപ്പെടുത്തുന്ന പെരിച്ചാഴികൾ, ചുണ്ടലി, അങ്ങനെയുള്ള ഒരുപാട് എലികളുണ്ടല്ലോ. അതുങ്ങളെല്ലാം തുരത്താൻ വേണ്ടിയിട്ടും പല്ലികളെ, പാറ്റകളെ, ഉറുമ്പുകളെ എല്ലാം വീടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരൊറ്റ ബാറ്ററി മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ബാറ്ററി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യമേ ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ പൊട്ടിച്ചിട്ട് ഈ ബാറ്ററിയുടെ ഉള്ളിലത്തെ അതിൻ്റെ ഒരു പൊടിയില്ലേ ബാറ്ററിയിലെ, അത് വേണം നമുക്കിതിലേക്ക് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഇന്ന് കൊട്ടിയെടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ്, അതുപോലെ എഫക്റ്റാണ് കേട്ടോ. ഇതിന് ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ശേഷം ഇത് നമുക്ക് ചെയ്യേണ്ട 2 ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അതെല്ലാം പൊടിച്ച് അതിൻ്റെ പൊടി ഫുള്ള് ഇങ്ങനെ എടുത്തിട്ട് ബാറ്ററിൻ്റെ ഉള്ളിലെ പൊടി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ചിരട്ട എടുക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ ഒന്നും എടുക്കരുത്. പകരം ഇതുപോലെ ചിരട്ട എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ചിരട്ടയിലേക്ക് നമുക്ക് വേണ്ട ഒരു പാറ്റ ഗുളികയാണ്. ഈ പാറ്റ ഗുളിക നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സൂത്രം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇടികല്ലോ എന്തെങ്കിലും അല്ലെങ്കിൽ പതിക്കോൽ വെച്ച് ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാം. നമ്മൾ വേറെ പാത്രത്തിൽ ഇടികല്ലിൻ്റെ അകത്തിട്ട് പൊടിച്ചൊന്നും എടുക്കരുത്. മിക്സിയുടെ ജാറയിൽ വിട്ട് പൊടിക്കരുത് കേട്ടോ, അതിൻ്റെ സ്മെല്ല് പോകില്ല. അപ്പോൾ ഇതാണ് ചിരട്ടയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മൈദാമാവ് ഇട്ട് കൊടുക്കുക. ആട്ടമാവാണേലും അല്ലെങ്കിൽ കടലമാവാണേലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിനെയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിയിലെ ആ ഒരു സാധനമുണ്ടല്ല പൊടി, അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഫുള്ള് ചേർക്കേണ്ട, ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു നോക്കൂ. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വീട്ടിലെ വളർത്തുമൃഗങ്ങളെ എല്ലാം ഒന്ന് പിടിച്ച് കൂടുതലാക്കിയതിന് ശേഷം മാത്രമേ ഇത് വെച്ച് കൊടുക്കാവുള്ളൂ. നല്ല എഫക്റ്റാണ് ഇതിന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റ പ്രാവശ്യം ഒന്ന് വെച്ചാൽ മതി. വീടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലി പോകുന്നതായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂത്രത്തോട് ചേർത്ത് കൊടുക്കുക ശർക്കര. ഈ ശർക്കരയുടെ മണം എലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇഷ്ടമായതുകൊണ്ട് ഇത് നക്കും. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ ഇതും അതുപോലെ മധുരമൊക്കെ ആകുമ്പോൾ ഇത് അതിൻ്റെ വയറ്റിനുള്ളിൽ ചെന്ന് പരവേശപ്പെട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കൊണ്ട് വെക്കുന്നത് വീടിനുള്ളിലല്ല, വീടിനുള്ളിലേക്ക് വേണമെങ്കിൽ കുറച്ച് വേറെ മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. എലികളെ വരെ നമുക്ക് ഇതിൽ നിന്ന് ഓടിക്കാൻ പറ്റും. ഇത് നമ്മുടെ പറമ്പിലാണ്, എലിമാളത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവെക്കുന്നത് നല്ലതാണ്. എലിമാളത്ത് ഒത്തിരി ഉള്ളപ്പോഴാണ് അവിടെ പാമ്പൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതിന് മുമ്പ് നമുക്ക് എലികളെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും തുരത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എലികളെ പിടിക്കാൻ പാമ്പ് വരുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ കയറി വരാൻ സാധ്യത കൂടുതലാണ്. അത് ഭയങ്കര അപകടമാണ് നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീടിനുള്ളിൽ വെക്കാൻ വേണ്ടി ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പരിസരത്തേക്ക് കൊണ്ടുവെക്കാം. ഇത് സന്ധ്യ സമയത്താണ് നമുക്കിതൊന്ന് കൊണ്ടുവന്ന് എലിമാളത്തിൽ ഇട്ട് വെക്കേണ്ടത് കേട്ടോ. രാവിലെ ഒന്നും ഇത് ചെയ്യേണ്ട, പിന്നെ മഴയുള്ളപ്പോഴും ഇത് ചെയ്യേണ്ട കാര്യമില്ല. പകരം നമുക്കത് എലിമാളത്തിലേക്ക് നമുക്കൊന്ന് പോയി കുറച്ച് കൊണ്ടിടാം. എന്നിട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് കൊണ്ടിട്ടിട്ട് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇത് എലിമാളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചിരട്ടയിൽ ഞാൻ അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 മാളമുണ്ട് ഇവിടെ. ആ 2 മാളത്തിൽ ആ വെള്ളം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അതങ്ങ് പൊക്കോളും. അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ ഒരു ഇതും കൂടെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ എലി അത് നക്കുന്നതായിരിക്കും. അങ്ങനെ ആ എലിമാളത്തിൽ എലി ഉണ്ടെങ്കിൽ പോലും അത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷി സ്ഥലങ്ങളൊന്നും ഇനി എലിമാന്തി ഇടുകയോ വാഴയുണ്ടെങ്കിലോ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവടോ ഒന്നും നശിപ്പിക്കുന്ന കപ്പ കൃഷിയൊക്കെ ഉള്ളവരൊക്കെ ചെയ്യുന്ന അടിപൊളിയൊരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ ആ ഒരു പൊടി മാത്രമാണ് ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്ത്, അത് മാത്രം മതി. അത് മാത്രമായിട്ട് കൊണ്ടിങ്ങനെ നിങ്ങൾ വെച്ചാൽ പോലും നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ പക്ഷേങ്കിൽ എലിനെ ഇതിനൊരു സ്മെല്ല് കാരണം എലി വരില്ല. പകരം ഈ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം വെക്കുവാണെങ്കിൽ മാത്രമേ എലി വന്ന് അത് എടുക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ.
ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ കയറിയിരിക്കുന്ന പല്ലീനെയും അതുപോലെ തന്നെ പാറ്റ, ഈച്ച, കൊതുക്, അങ്ങനെയുള്ള പൊടി ഈച്ച ഇതുങ്ങളെല്ലാം കൊല്ലാൻ പറ്റുന്ന സൂപ്പറായിട്ടൊരു സൊല്യൂഷനാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഞാനിപ്പോൾ ആ ചിരട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ ചിരട്ടയിലേക്ക് ബാക്കി നമ്മുടെ ബാറ്ററിയുടെ പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി ഒഴിക്കുമ്പോൾ ചെറിയ റിയാക്ഷൻ നടക്കും. എന്നിട്ട് അതും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കുപ്പി വെള്ളത്തിലേക്ക് ഇത് കലർത്തിയിട്ട് നമ്മൾ കൊതുക്, പല്ലി, പാറ്റ ഒക്കെ വരുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി. അതുപോലെ ഉറുമ്പ് ഒക്കെ കയറി വരുന്നിടത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ എഫക്റ്റാണ്. ഒറ്റ സ്പ്രേയിൽ തന്നെ എല്ലാം വീട്ടിൽ നിന്ന് പൊക്കോളൂ കേട്ടോ. അത്രയ്ക്ക് എഫക്റ്റാണ്. ഈ ബ്ലാക്ക് കളറിലാണ് അതിരിക്കുന്നത്, ഈ ബാറ്ററിയുടെ പൊടിയായത് കാരണം. അപ്പോൾ ഇതുപോലെ തന്നെ കുപ്പിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പല്ലിയും പാറ്റയും ഇതും എല്ലാം വരുന്നിടത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു ഇത് കുട്ടികളുടെ കൈ എത്തുന്നിടത്ത് ഒന്നും വെക്കരുത്. സ്പ്രേ ചെയ്താൽ ഉടനെ നമ്മളതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടേണ്ടതാണ് കേട്ടോ. കുറച്ച് നേരം സ്പ്രേ ചെയ്തിട്ടേക്കുക, അതിനുശേഷം ഒന്ന് ക്ലീൻ ചെയ്തിടുക. കുട്ടികളുടെ കൈ എത്തുന്നിടത്തൊന്നും വെക്കാൻ പാടില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ എന്തുണ്ടാക്കിയാലും കുട്ടികൾ കൈയെടുത്തിടത്തൊന്നും വെക്കരുത്. എന്നിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം, പാറ്റാ ശല്യം എല്ലാം പോകുന്നതായിരിക്കും. പിന്നെ ഇത് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. ബാത്റൂമിൽ നിന്നെല്ലാം ചിലപ്പോൾ കൊതുകൊക്കെ കയറി വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അന്ന് ബാത്റൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് ക്ലോസറ്റിൽ കുറച്ച് ഒഴിച്ചിടുന്നത് നല്ലതാണ്. അതുപോലെ എങ്ങനെ നമ്മുടെ വാഷ് ബേസിൻ, അതുപോലെ കിച്ചൺ സിങ്ക് ഇതെല്ലാം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്നിങ്ങനെ അതിലേക്ക് ഒഴിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകുന്നിടത്ത് ഇതുപോലെ പല്ലി, പാറ്റകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെയാണ് കിച്ചനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്താണ് ഇതുങ്ങളെല്ലാം ഇറങ്ങുന്നത്. അന്നപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ വരത്തില്ല. നമുക്ക് പിറ്റേ ദിവസം രാവിലെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതുങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് ചെയ്തിടുവാണെങ്കിൽ വരത്തേയില്ല. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് ബാറ്ററിയും കൊണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ കിച്ചൺ സിങ്കിൻ്റെ അകത്താണെങ്കിലും നമ്മളിങ്ങനെ ചെയ്തിടുവാണെങ്കിൽ അതിനുള്ളിൽ പാറ്റ, കിർമികൾ, അതുപോലെ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഇതൊക്കെ മാറുന്നതാണ് കേട്ടോ. നല്ല എഫക്റ്റാണ് ഈ ഒരു ബാറ്ററി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കി ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ബാക്കി വന്നാൽ ഞാൻ കുറച്ച് വീടിനുള്ളിൽ വെക്കാൻ വേണ്ടി ആ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എലിയും പല്ലിയുടെയും ശല്യമൊക്കെ എവിടെയൊക്കെയാണ് അവിടെ ഒരു പാത്രത്തിലാക്കി വെക്കുക. ഇതിനകത്തുനിന്ന് നമ്മളൊന്ന് വെള്ളം തൊട്ട് കുഴച്ച് ഉരുട്ടി ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഈ പൊടി മാത്രം മതി. ശർക്കര ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ അടിയാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.